പ്രാവശ്യം ജയിച്ച ആൾക്കാരുടെ ഞാൻ കാറ്ററ്റ് ഓറിയന്റഡ് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു കാറ്ററ്റ് ബേസിലുള്ള കുട്ടികളാണ് കൂടുതലുള്ളത്. നെറ്റ് അങ്ങനത്തെ സംഗതിയിലേക്ക് പോകുന്നില്ല. പ്രത്യേകിച്ച് ഒരു നല്ല അക്കാഡമിക് ടീം നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്ററ്റ് റിസൾട്ടിൽ ഏകദേശം ജയിച്ച ആളുകളുടെ കണക്ക് എന്ന് പറയുന്നത് അറൌണ്ട് 20% ആണ്. അപ്പൊ എത്ര ആൾ തോറ്റു? 80% തോറ്റു. അപ്പൊ ഈ തോൽവി എന്നതിന്റെ അപ്പുറത്തേക്ക് ജയിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഒരു എയ്ഡഡ് സ്കൂളിൽ നിങ്ങൾ പിന്നെ അവിടെ പ്ലേസ്മെന്റിന് ജോബിന് വേണ്ടി പോവാണ്. കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി തരും, അല്ലെങ്കിൽ തരില്ല. ഇത്രയും അധികം യോഗ്യതയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഇത്രയും അധികം ക്വാളിഫിക്കേഷൻ നീഡായിട്ടുള്ള കേട്ടിട്ട് ഉണ്ടായിട്ട് കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ അതിനെ കുറിച്ചിട്ട് വലിയ നിങ്ങൾക്ക് പോയാൽ മതി അല്ലേ? ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത് കേട്ടോ. ഫോറം തുടങ്ങിയിട്ട് ഡയറക്ടർ അവസാനിപ്പിക്കാം. DLED എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിയമം വന്നിട്ടുണ്ട്. 2019 മൂന്നാമത്തെ മാസം, അതായത് മാർച്ച് മാസത്തിന്റെ മുമ്പേ പ്രിലിയോ ഡിഗ്രിയോ പ്രിലിമിനറിയോ അറബിക് ഡിഗ്രിയോ ക്വാളിഫൈ ചെയ്ത ഒരാള് അല്ലെങ്കിൽ എൻറ്റർ ചെയ്ത ഒരാള് അയാൾക്ക് DLED ആവശ്യമില്ല. പക്ഷെ അതിനുശേഷം അഡ്മിഷൻ എടുത്ത എല്ലാവർക്കും നിർബന്ധമായിട്ടും DLED നിർബന്ധമാണ്. അപ്പൊ കേട്ടിട്ട് ഫസ്റ്റ്ലി പ്രിഫറൻസ് ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പൊ നിങ്ങൾ കൈ പൊന്തിച്ച എല്ലാവർക്കും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്രാവശ്യം കേട്ടിട്ട് വാങ്ങിയാൽ അടുത്ത PSC നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്മാർട്ട് വർക്ക് rather than ഹാർഡ് വർക്ക്. പഠിക്കുന്നത് കൃത്യമാവാം, പഠിക്കേണ്ട റൂട്ട് ക്ലിയർ ആവാം, അപ്പോൾ നമുക്ക് സക്സസ് ഉണ്ടാവാം.